നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സുഹൃത്തുക്കൾ അറിഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ പറയുവാണ്. ഷാർജയിൽ ടിക്ടോക്ക് ലൈവിൻ്റെ ഇടയിൽ ഉണ്ടായ തർക്കം കലാശിച്ചത് കൊലപാതകത്തിലേക്ക്. ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഈ ടിക്ടോക്ക് പ്രവർത്തിക്കുന്നത് ഒരു അധോലോകമായിട്ടാണ്. അതിൽ ഡ്രഗ്സ്, സെക്സ് റാക്കറ്റ്, മയക്കുമരുന്ന് എല്ലാം കൂടിയും വിൽക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അങ്ങനൊന്നും അല്ല. അതിൽ രഹസ്യമായിട്ട് ഇതിൻ്റെ ഒരു സിസ്റ്റമായിട്ട് ഒരു ഫോളോ അപ്പ് ചെയ്ത് ഈ ഡ്രഗ്സ് മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ സെക്സ് റാക്കറ്റും. നമ്മുടെ ഇന്ത്യയിൽ ഇത് ബാൻ ചെയ്തത് 2020 അതെല്ലാം ഇതൊക്കെയായിരുന്നു കാരണം പ്രധാനപ്പെട്ട. അതും കൂടാതെ നമ്മുടെ ഭരണകൂടത്തിലുള്ള മെമ്പേഴ്സിൻ്റെ, ഇപ്പോൾ മന്ത്രിമാർ, അതേപോലെ ഒഫീഷ്യൽസിൻ്റെ ഒക്കെ രഹസ്യ വിവരങ്ങൾ, അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ചോർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ടിക്ടോക്ക് ഒരു പ്ലാറ്റ്ഫോമാണ്. അതിലൊരു സേഫ്റ്റി ഇല്ല. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കാരണം. പിന്നെ നമ്മുടെ രാജ്യത്തിലുള്ള അപ്ഡേഷൻ, ഇപ്പോൾ ചെറുതും വലുതായിട്ടുള്ള ചെറിയ എന്ത് കാര്യമാണെങ്കിലും പോലും ആ അപ്ഡേറ്റുകളൊക്കെ ചോർത്താൻ പറ്റുന്ന ഹാക്കർമാർ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇന്ത്യയിൽ ബാൻ ചെയ്യാനായിട്ട്. പക്ഷേ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട കുറേ യങ്സ്റ്റേഴ്സ് ഇതിലൂടെ രക്ഷപ്പെട്ടിട്ട് പോയിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട ഹെലനോസ് പാട്ടയുണ്ട്, പിന്നെ ഫുക്രു ഉണ്ട്. ഇതൊക്കെയായിരുന്നു നമ്മുടെ കേരളത്തിലുള്ള ഒരു ഗുണമുണ്ടായത്. കുറേ ക്രിയേറ്റേഴ്സ് നമ്മുടെ കേരളത്തിൽ അങ്ങനെ രക്ഷപ്പെട്ടു പോയായിരുന്നു ടിക്ടോക്കിലൂടെ. ഈ ഒരു മർഡർ കേസിൽ ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഷാർജയിൽ മലയാളി കുത്തേറ്റ് മരിച്ചു. കണ്ണൂർ സ്വദേശി ഇസ്മയിലാണ് കൊല്ലപ്പെട്ടത്. ടിക്ടോക്ക് ലൈവിനിടയിലെ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതി മലയാളിയാണെന്ന് സംശയം. മുഹമ്മദ് റഹീസാണ് ദുബൈയിൽ നിന്ന്. റഹീസെ, ഗുഡ് ഈവനിംഗ്. ഈ ടിക്ടോക്ക് ലൈവിനിടെ എന്താണ് ഈ തർക്കത്തിന് ആധാരമായ കാര്യം? ഇതിൽ പ്രതിഭാഗത്തും ഒരു മലയാളി ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. ഏതാണ്ട് മലയാളിയാണ് പ്രതിസ്ഥാനത്തുള്ളത് എന്ന് സ്ഥിരീകരിച്ച് പറയാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അതിന്റേതായിട്ടുള്ള ചില വീഡിയോ ദൃശ്യങ്ങളൊക്കെയും പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളുടെ ഓഡിയോ കേൾപ്പിക്കാൻ കഴിയുന്നതല്ല. കാരണം അവർ വെല്ലുവിളിച്ച് അസഭ്യം പറയുന്നതിന്റെ വളരെ നീണ്ട ഒരു ഓഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇയാൾ മരിച്ചിട്ടുണ്ട്. അതായത് കണ്ണൂർ സ്വദേശി ഇസ്മായിൽ പൊന്നാരം എന്നയാൾ മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ച് നൽകാൻ കഴിയും. ഷാർജ അൽനാദയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രതിയായിട്ടുള്ള ആളും മലയാളിയാണ് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് വലിയൊരു തർക്കമാണ് ഈ ടിക്ടോക്കുമായി ബന്ധപ്പെട്ടുണ്ടായത്. സാധാരണ നിലയിൽ ടിക്ടോക്ക് UAE-യിലൊക്കെ മലയാളി കമ്മ്യൂണിറ്റികൾ ഏറ്റവും അധികം കണക്റ്റഡ് ആകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ ഈ കേരളത്തിലൊക്കെ ഇപ്പോൾ കാണുന്നത് പോലെ യൂട്യൂബർമാർ തമ്മിലുള്ള തമ്മിലടി, ഒപ്പം തന്നെ അവരുടെ വെല്ലുവിളി, ലൈവിൽ വന്നു നിന്നുകൊണ്ട് ഉള്ള വീരവാദം, ഒപ്പം തന്നെ തല്ലാമെങ്കിൽ നേർക്കു വരിക എന്നുള്ള തരത്തിലൊക്കെയുള്ള വെല്ലുവിളികളുണ്ട്. അതുപോലെ തന്നെ ഉണ്ടായ ഒരു വെല്ലുവിളിയുടെ ഭാഗമായി തന്നെയാണ് അത് അവസാനം ഒരു കൊലപാതകത്തിലേക്കൊക്കെ നയിച്ചത് എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്. അതായത് ഇന്നലെ മെനഞ്ഞാന്ന് രാത്രി ഇവർ തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാകുന്നു. ലൈവിനിടയിൽ തന്നെ അസഭ്യം പറയുന്നു. എന്നിട്ട് കണക്കുകൾ തീർക്കാനുണ്ടെങ്കിൽ നേർക്കുനേർ കാണാം എന്നുള്ള രീതിയിൽ വലിയ തോതിൽ രണ്ടുപേരും വീരവാദം മുഴക്കുന്നുണ്ട്. അവർ അത്തരത്തിൽ അസഭ്യം പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്നു. ശേഷം ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നു. അതിനുശേഷം ഉണ്ടായ കത്തിക്കുത്തിലാണ് ഈ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഇസ്മായിൽ പൊന്നാരം മരിച്ചത് എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ഷാർജയിലുണ്ട്. ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഷാർജയിലെ ഇരിക്കുന്നു വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ ടിക്ടോക്ക് നേരത്തെ പലതരത്തിൽ ഈ മലയാളി കമ്മ്യൂണിറ്റികൾക്കിടയിൽ ഇവിടെ പ്രശ്നമുണ്ടാകാനുള്ള ഈ ഷാർജ, ദുബായ് മേഖലകളിലൊക്കെയും വലിയ പ്രശ്നമുണ്ടാകാൻ കാരണമായിരുന്ന ഒന്നാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമം. ഒപ്പം തന്നെ അവരെ ആക്ഷേപിക്കുന്നത് ഏറ്റവും കൂടുതൽ ടിക്ടോക്കിലൂടെയായിരുന്നു. അങ്ങനെ പല കേസുകളും കഴിഞ്ഞ കുറെ നാളുകളായി പുറത്തു വന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്ര ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു കേസ് പുറത്തു വരുന്നത്. എന്തായാലും ഈ പ്രതി എന്ന് സംശയിക്കപ്പെടുന്നയാൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നാണ് സ്ഥിരീകരിക്കാതെ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഒരു വിഷയത്തിന്റെ ബാക്കി അപ്ഡേറ്റ്സ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും മരണപ്പെട്ടു പോയ ആത്മാവിന് നിത്യശാന്തി, അതേപോലെ തന്നെ അവരുടെ കുടുംബത്തിന് സമാധാനവും അവരുടെ ഒരു മെന്റൽ പവർ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുമാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിലവിൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം എന്നുള്ളതും ലൈവിൽ എന്തോ ഉണ്ടായ ഒരു വാക്ക് തർക്കമാണ് അത് വന്നു ചേർന്നത്. ഇതിൻ്റെ മറ്റു വീഡിയോകളൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ടിക്ടോക്ക് ലൈവിൽ ഭയങ്കര തെറിവിളിയും കുറേ മോശ വർത്താനമൊക്കെ സംസാരിക്കുന്നുണ്ട്. അതൊന്നും ഞാനിവിടെ വെക്കുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ബാക്കി അപ്ഡേറ്റ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വിഷയമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. സീ യു സൂൺ ഗൈസ്. ബൈ.